ബ്രൂസ്ലി രാജാവായും ചക്രവർത്തിയായും സിനിമാ ലോകം വാണിരുന്ന കാലം. ബ്രൂസ്ലിയുടെ അടികൊണ്ട് വീഴുന്ന വില്ലൻ വേഷം അഭിനയിക്കാനായി ഹോങ്കോങ്ങിൽ നിന്നും വന്ന ആ പയ്യന് ആദ്യ ഇടികൊണ്ട് നേരെ നിൽക്കാൻ അല്പം സമയമെടുത്തിരുന്നു. അവനോട് ഇത് നിനക്ക് പറ്റിയ പണിയല്ലെന്ന് പലരും പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. 7-ാം വയസ്സിൽ തുടങ്ങിയ ഡ്രാമ സ്കൂളിലെ പഠനത്തിലെവിടെയോ ബ്രൂസ്ലിയെ പോലെ ഒരു ആക്ഷൻ ഹീറോ ആവണമെന്ന സ്വപ്നം അവനിലും ഉണ്ടായി. അങ്ങനെ സിനിമയിൽ സ്റ്റണ്ട്മാനായി തുടരുന്നതിനിടെ തന്റെ സ്വപ്ന സാഫല്യം എന്ന പോലെ ഒരു സിനിമയിൽ ഹീറോയായി അവസരം കിട്ടി. എന്നാൽ അഭിനയിച്ച 2 സിനിമകളും പരാജയപ്പെടുന്നതിലൂടെ തനിക്ക് കിട്ടിയ സ്റ്റണ്ട്മാൻ എന്ന അവസരങ്ങളും കിട്ടാതെയായി. ദാരിദ്ര്യത്തിന്റെ വക്കിലെത്തിയ അവന്റെ കയ്യിൽ വിദ്യാഭ്യാസമോ വേറൊരു തൊഴിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജാക്ക് എന്ന ഒരാളുടെ കീഴിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടുന്നു. ജാക്ക് എന്ന അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ചാൻ എന്നവനെ ജാക്കി ചാൻ എന്ന ആളുകൾ വിളിച്ചു. അങ്ങനെ ഒരു അവസരം കൂടി അവനെ തേടിയെത്തുന്നു. സ്റ്റിംഗ് ഇൻ ദ ഈഗിൾ ഷാഡോയിൽ തുടങ്ങി പിന്നെ അവന്റെ കാലമായിരുന്നു. നമ്മളെല്ലാം കുട്ടിക്കാലങ്ങളിൽ വിസ്മയിപ്പിച്ച കോമഡി കലർന്ന ആക്ഷൻ അഭിനയങ്ങൾക്ക് കിടപിടിക്കാൻ മറ്റാരും ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ബോളിവുഡിൽ മികച്ച ആക്ഷൻ ഹീറോസിന്റെ നിലയിൽ ജാക്കി ചാന്റെ തട്ട് താണു നിൽക്കുന്നതിന്റെ കാരണം അറിയാൻ 100ഓളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റണ്ട് ചെയ്ത ആക്ഷൻ ഹീറോ എന്ന ഗിന്നസ് റെക്കോർഡ് തന്നെ ധാരാളം.